ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഉടമ KD പ്രതാപനെ അല്പസമയത്തിനകം കലൂർ PMLA കോടതിയിൽ ഹാജരാക്കും. കൊച്ചി ഓഫീസിൽ ദിവസങ്ങളോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. HR കറൻസി ഇടപാടിലൂടെ പ്രതികൾ കോടികൾ വിദേശത്തേക്ക് കടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ HR കറൻസി എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ നടന്നൊരു തട്ടിപ്പെന്നാണ് പൊതുവെ പറയപ്പെട്ടത്. പക്ഷേ അതിനപ്പുറം വലിയൊരു കോടികളുടെ തട്ടിപ്പുകൾ ഈ ഹൈറിച്ചിന്റെ മറവിൽ നടന്നിരുന്നു. നിലവിൽ ED ഈ KD പ്രതാപനെ അറസ്റ്റ് ചെയ്തത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? ഈ ഹൈറിച്ചിലെ ഓൺലൈൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണോ അതോ ഈ ക്രിപ്റ്റോ കറൻസി കേസുമായി ബന്ധപ്പെട്ടായിരുന്നോ? ഈ PMLA കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം കൂടി ED ഉന്നയിക്കുന്നുണ്ടോ? ടോം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രതാപനെ ED ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഹൈറിച്ചിൻ്റെ ഇടപാടുകൾ എന്ന് പറയുന്നത്. 3140 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിൽ അനുമാനിക്കുന്നത്. ഇതിൽ 1180 കോടി രൂപയോളം തന്നെ ഈ മെമ്പർഷിപ്പ് ഫീ, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ മെമ്പർഷിപ്പ് ഫീ ഇനത്തിലൂടെ തന്നെ ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ KD പ്രതാപനും അതോടൊപ്പം തന്നെ ശ്രീന പ്രതാപൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ അക്കൗണ്ടുകൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ 1180 കോടിയോളം രൂപ മാറ്റി. ഒപ്പം തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയിലൂടെ 850 കോടി രൂപ വേറെയും അവർ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി അതിവിപുലമാണ്. അപ്പോൾ ഇത് ഈ ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെയും അവർ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് അനുസൃതമായ മുഴുവൻ സാഹചര്യവും ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ED ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു അന്വേഷണം. അതിപ്പോഴും അതിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ്. ED പ്രാഥമികമായി തന്നെ ഇവർ 260ഓളം കോടി രൂപ അതിൻ്റെ സ്വത്തുവകകൾ ഇവരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവരുടെയും അതോടൊപ്പം തന്നെ ഹൈറിച്ചിൻ്റെ പ്രൊമോട്ടർമാരുടെയും ഉൾപ്പെടെ 260ഓളം കോടി രൂപയാണ് സ്വത്ത് കണ്ടുകെട്ടിയിൽ പെടുന്നത്. ഒപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇപ്പോഴും അവർ ഇത്തരം ഇടപാടുകൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നതാണ്. കാരണം ഇങ്ങനെയൊരു അന്വേഷണം തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലടക്കം അവരെ ഒരു കൂട്ടായ്മയുടെ ശബ്ദ സന്ദേശങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ ED കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ ഈ അറസ്റ്റിനെതിരെ തന്നെയുള്ള ഉത്തരവ് നേടുന്നതിന് വേണ്ടി ജാമ്യ ഹർജിയുമായി കോടതിയിലടക്കം പലതവണ അത്തരം വാദമുഖങ്ങളുണ്ടായിരുന്നു. കോടതി പറഞ്ഞത് ആദ്യം ചോദ്യം ചെയ്യലിനെ നേരിടുക എന്നതായിരുന്നു. ഇതിനനുസരിച്ചുകൊണ്ടായിരുന്നു ഈ ശ്രീന പ്രതാപനും അതോടൊപ്പം തന്നെ ഭർത്താവ് KD പ്രതാപനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ദിവസങ്ങളോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ പല ഘട്ടങ്ങളിലായിട്ട് തന്നെ നടന്നിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഇയാളെ ഹാജരാക്കുകയും ചെയ്യും. ശ്രീനയുടെ അറസ്റ്റിൻ്റെതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. അത് വൈകാതെയും ഒരുപക്ഷെ അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അവരുടെയും ചോദ്യം ചെയ്യൽ ഈ ഘട്ടത്തിൽ പല സമയങ്ങളിലായിട്ട് തന്നെ ED ഓഫീസിൽ നടന്നിരുന്നു. ഇനിയിപ്പോൾ നിയമയുദ്ധം ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൂടിയും ED ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് ED അടിവരയിടുന്നു. ആദ്യഘട്ടത്തിൽ കേരള പോലീസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 19ഓളം കേസുകൾ ഇവർക്കെതിരെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ പല ജില്ലകളിലായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലടക്കം ഈ തട്ടിപ്പിൻ്റെ കരങ്ങൾ നീണ്ടിട്ടുണ്ട് എന്നതാണ്. കാരണം EDയുടെ പരിശോധനകളെല്ലാം ഈ മേഖലകളിലേക്കടക്കം ചെന്ന് നിന്നിരുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു വിശദമായ രീതിയിലുള്ളൊരു ചിത്രം ED സമർപ്പിക്കുന്ന ഒരുപക്ഷെ വൈകാതെ തന്നെ ഒരു ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. ടോം, ഡാനി സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി ഹൈറിച്ചിന്റെ വിവിധ ഓഫീസുകളിൽ നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ 1500 കോടി, ഏകദേശം 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു EDയുടെ ഒരു കണ്ടെത്തൽ. പക്ഷേ ഈ HR കറൻസി ഇടപാടിലൂടെ, ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ എത്ര കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും
വിവരങ്ങൾ, കൃത്യമായൊരു കണക്കുകൾ ഇ ഡിക്ക് ലഭ്യമായിട്ടുണ്ടോ? ടോം 850 കോടി രൂപയുടെ ഇടപാടുകൾ ഇവർ ഇതിൽ നടത്തിയിട്ടുണ്ട്. ഈ തുകയാണ് 850 കോടിയോളം തുകയാണ് വിദേശത്തേക്ക് ഇവർ കടത്തിയിട്ടുണ്ട്, ഈ രീതിയിൽ കടത്തിയിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മറ്റ് തട്ടിപ്പുകൾ എന്ന് പറയുന്നത് ഇവർ ആ മെമ്പർഷിപ്പ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മെമ്പർഷിപ്പ് ഫീയിലൂടെ തന്നെ മാത്രം 1180 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ കിട്ടിയ തുകയാണ് വിദേശത്തേക്ക് ഇവർ കടത്തിയിട്ടുള്ളത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും തന്നെ ഈ മുഴുവൻ വസ്തുതകൾ ലഭ്യമാക്കാൻ, അല്ലായെങ്കിൽ പരാതിയുമായിട്ട് ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഉടമ KD പ്രതാപനെ അല്പസമയത്തിനകം കലൂരിലെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം 750 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ വിദേശത്തേക്ക് കോടികൾ എത്തിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ CPM സംസ്ഥാന